അങ്ങനെ ഒരാഴ്ച ലേറ്റായി പോയെങ്കിൽ കൂടിയും ഒരു യാത്രയിൽ അകപ്പെട്ടു പോയത് കൊണ്ടാണ്. പതിയെ പതിയെ ആ യാത്രാവിശേഷങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇത് ഞങ്ങളുടെ പുതിയൊരു തിരുവോണമാണ്. ഇപ്പോഴത്തെ തലമുറകൾ ചെയ്യുന്നത് പോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന അതേപോലെ ഇത്തവണത്തെ ഓണം ബുക്ക് ചെയ്ത് വാങ്ങി സദ്യ ഉണ്ണേണ്ട ഒരു സാഹചര്യം മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ്. എപ്പോഴും കഴിക്കുന്നത് കഴിച്ച് മടുത്തു എന്നുള്ളൊരു സംസാര വിഷയത്തിൻ്റെ ഒടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ടത് കാറ്ററിങ്ങിൽ നിന്ന് വാങ്ങി പ്രീ ബുക്ക് ചെയ്ത് ഒരു ഓണസദ്യ റെഡിയാക്കാം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓണം ഭയങ്കര ഫ്രീ ആയിരുന്നു. ടെൻഷനില്ല, എന്ത് പായസം ഉണ്ടാക്കണമെന്ന് ഓർക്കണ്ട, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൈൻഡായിരുന്നു. ബുക്ക് ചെയ്ത ഫുഡ് 2 മാസം മുമ്പേ ചെയ്തതുകൊണ്ട് പ്രോപ്പർ ടൈമിന് കിട്ടിയത് കൊണ്ടുവന്ന് വയ്ക്കുന്ന പാടെ വിശപ്പ് തുടങ്ങി ഒരാൾക്ക്. പിന്നെ ആ വ്യക്തിക്ക് അങ്ങ് വിളമ്പി. ഈ വിളമ്പിയതൊന്നും കറികളൊന്നും കഴിക്കില്ല, എന്നാലും സദ്യയല്ലേ, ആ ഒരു ആവേശം. അത് കഴിഞ്ഞ് അതിൻ്റെ മൂടൊക്കെ അങ്ങ് ഓഫായി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളൊരു യാത്ര തുടങ്ങി. അതിൻ്റെ അവസാനമാണ് ഈ സൗണ്ട് ഇങ്ങനെ കരട് വീണതുപോലെ ഇരിക്കുന്നത്. അല്ലെങ്കിലേ കുറച്ച് കരടുള്ള സൗണ്ടാണ്. അപ്പോൾ ആ യാത്രാവിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ വീണ്ടും അറിയിക്കാം.